കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വിപ്ലവകരമായ പരിഷ്കരണത്തിനാണ് സർക്കാർ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പഠനഭാരം ലഘൂകരിക്കുന്നതിനായി സിലബസിൽ 25% കുറവ് വരുത്താനുള്ള തീരുമാനം കേവലം ഒരു പാഠപുസ്തക പരിഷ്കരണമല്ല, മറിച്ച് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിനും സർഗാത്മകതയ്ക്കും മുൻഗണന നൽകുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ തുടക്കമാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല എപ്പോഴും ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. ഹൈടെക് ക്ലാസ് മുറികളും ആധുനിക പാഠ്യപദ്ധതിയും കൊണ്ട് നാം ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നിലവിൽ 10ാം ക്ലാസ് സിലബസ് വലിയ ഭാരമാണെന്ന പരാതി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇടയിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി 25% സിലബസ് വെട്ടിക്കുറയ്ക്കുന്നതിനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. വിദ്യാഭ്യാസം എന്നത് വിവരങ്ങൾ കുത്തിനിറയ്ക്കലല്ല, മറിച്ച് അറിവ് ആർജിക്കലാണ്. നിലവിലെ സാഹചര്യം പരിശോധിച്ചാൽ നിശ്ചിത മാസങ്ങൾക്കുള്ളിൽ തീർക്കാൻ കഴിയാത്തത്ര വിപുലമായ പാഠഭാഗങ്ങളാണ് 10ാം ക്ലാസ്സിൽ ഉള്ളത്. 10ാം ക്ലാസ്സിനെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമായാണ് സമൂഹം കാണുന്നത്. ഈ ഗ്രേഡ് യുദ്ധത്തിനിടയിൽ കിലോ കണക്കിന് ഭാരമുള്ള പാഠപുസ്തകങ്ങൾ പഠിച്ചു തീർക്കാൻ കുട്ടികൾ അനുഭവിക്കുന്ന സമ്മർദ്ദം ചെറുതല്ല. ഇത് പലപ്പോഴും കുട്ടികളുടെ കൗമാരകാലത്തെ സന്തോഷങ്ങളെ ഇല്ലാതാക്കുന്നു. സിലബസ് തീർക്കാനുള്ള ഓട്ടത്തിനിടയിൽ അധ്യാപകർക്ക് പലപ്പോഴും പാഠഭാഗങ്ങൾ ആഴത്തിൽ പഠിപ്പിക്കാൻ സമയം ലഭിക്കാറില്ല. ആശയങ്ങൾ കുട്ടികളിലേക്ക് കൃത്യമായി എത്തിയോ എന്ന് പരിശോധിക്കുന്നതിന് പകരം പാഠങ്ങൾ ഓടിച്ചു തീർക്കേണ്ടി വരുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെയും ബാധിക്കുന്നു. സിലബസ് കുറയ്ക്കുന്നതിലൂടെ ബാക്കിയുള്ള 75% പാഠഭാഗങ്ങൾ കൂടുതൽ വ്യക്തതയോടെയും പ്രായോഗിക ഉദാഹരണങ്ങളോടെയും പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് സമയം ലഭിക്കും. ക്വാണ്ടിറ്റി എന്നതിനേക്കാൾ ക്വാളിറ്റി എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇതിലൂടെ സാധിക്കും. കൊല്ലം തേവലക്കരയിൽ നടന്ന സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങിലാണ് മന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയതെന്നതും ശ്രദ്ധേയമാണ്. അടുത്ത അധ്യയന വർഷം മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. ഇതിനർത്ഥം ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അടുത്ത വർഷം 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നിലവിൽ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളെ ഇത് ബാധിക്കില്ല. സംസ്ഥാന കരിക്കുലം കമ്മിറ്റി ഇതിനോടകം തന്നെ ഇതിന് പച്ചക്കൊടി കാട്ടിയിട്ടുമുണ്ട്. വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ഏതെല്ലാം ഭാഗങ്ങൾ ഒഴിവാക്കണം എന്നതിനെ കുറിച്ച് വിശദമായ പരിശോധനകൾ നടന്നു വരികയാണ്. സിലബസ് കുറയ്ക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം താഴെ പോകുമോ എന്ന ആശങ്കയും ചിലർക്കുണ്ട്. എന്നാൽ സർക്കാർ ഇതിന് കൃത്യമായി മറുപടി നൽകുന്നുമുണ്ട്. പല വിഷയങ്ങളിലും ഒരേ ആശയങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നുമുണ്ട്. ഇത്തരം ഭാഗങ്ങൾ ഒഴിവാക്കും. കാലഹരണപ്പെട്ട വിവരങ്ങളും നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രസക്തിയില്ലാത്ത ഉപവിഷയങ്ങളും പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യും. +1, +2 ക്ലാസ്സുകളിലേക്ക് ആവശ്യമുള്ള അടിസ്ഥാന വിവരങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കില്ല. കുട്ടികൾക്ക് ഭാവിയിൽ എൻട്രൻസ് പരീക്ഷകൾക്കും മറ്റും പ്രയാസം നേരിടാത്ത രീതിയിലായിരിക്കും ഈ ക്രമീകരണം. സിലബസ് കുറയ്ക്കുന്നത് കുട്ടികളെ മടിയന്മാരാക്കാനല്ല, മറിച്ച് പുതിയ കാലത്തെ സാങ്കേതികവിദ്യ പഠിക്കാൻ അവർക്ക് സഹായം നൽകാനാണ്. ഇതിന്റെ ഭാഗമായി ICT പാഠ്യപദ്ധതിയിൽ റോബോട്ടിക്സ് നിർബന്ധമാക്കാൻ സർക്കാർ തീരുമാനിച്ചു. കൃത്രിമ ബുദ്ധിയും റോബോട്ടിക്സും ലോകം ഭരിക്കുന്ന കാലത്ത് നമ്മുടെ കുട്ടികൾ അതിൽ പിന്നിലാകരുതെന്ന നിർബന്ധം സർക്കാരിനുണ്ട്. സിദ്ധാർത്ഥ പഠനത്തിന് പകരം പ്രായോഗികമായ റോബോട്ടുകളെ നിർമ്മിക്കുന്ന പ്രോഗ്രാം ചെയ്യാനും കുട്ടികൾക്ക് അവസരം ലഭിക്കും. ഇത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളെ ആഗോളതലത്തിൽ മത്സരസജ്ജരാക്കും. സിലബസ് ഭാരം കുറയുന്നതോടെ ലഭിക്കുന്ന അധിക സമയം കുട്ടികൾക്ക് കായിക കലാ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാം. നിലവിൽ 10ാം ക്ലാസ് എത്തുമ്പോൾ കുട്ടികൾക്ക് സകല കലാകായിക വിനോദങ്ങളും നിർത്തിവെച്ച് പഠനത്തിൽ മാത്രം മുഴുകുന്ന രീതിയാണുള്ളത്. ഇത് മാറണം. പഠനത്തോടൊപ്പം തന്നെ കളിക്കാനും ചിന്തിക്കാനും സമയം ലഭിക്കുന്നത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും മാനസിക വളർച്ചയിലും വലിയ മാറ്റങ്ങൾ വരുത്തും. അധ്യാപക സംഘടനകൾ ഈ തീരുമാനത്തെ വലിയ ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത്. പാഠഭാഗങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാനും കുട്ടികളുടെ ഓരോ സംശയങ്ങൾക്കും മറുപടി നൽകാനും ഈ അധ്യാപകർക്ക് സാധിക്കും. പരീക്ഷാ കേന്ദ്രീകൃതമായ പഠനത്തിൽ നിന്ന് മാറി അറിവ് കേന്ദ്രീകൃതമായ പഠനത്തിലേക്ക് മാറാൻ ഇത് സഹായിക്കും. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ തീരുമാനം. സിലബസ് കുറയ്ക്കുന്നതിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന ആശ്വാസം അവരുടെ പഠനത്തോടുള്ള താല്പര്യവും വർദ്ധിപ്പിക്കും. റോബോട്ടിക്സ് പോലുള്ള ആധുനിക വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നതിലൂടെ നാം വരാനിരിക്കുന്ന പുതിയ യുഗത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ്. പഠനം ഒരു ശിക്ഷയാകാതെ ലോകത്തെ തിരിച്ചറിയാനുള്ള ഒരു ജാലകമായി മാറണമെന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പാണ് ഈ പരിഷ്കാരം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ അടുത്ത ഘട്ടം ഇത്തരം ഗുണപരമായ മാറ്റങ്ങളിലൂടെ ആകണം എന്നത് ഏതൊരു മലയാളി രക്ഷിതാവിന്റെയും ആഗ്രഹമാണ്. അടുത്ത വർഷം മുതൽ കേരളത്തിലെ സ്കൂൾ ക്ലാസ് മുറികൾ കൂടുതൽ സന്തോഷമുള്ളതും സമ്മർദ്ദമില്ലാത്തതുമായ ഇടങ്ങളായി മാറുമെന്നും നമുക്ക് പ്രത്യാശിക്കാം.